അച്ഛനും അമ്മയൊക്കെ അകത്തുണ്ടോ? അകത്തുണ്ട്. മാമന്റെ മുഖം കണ്ടറിയാം ഇന്ന് എന്തോ പ്രത്യേകത. എന്താ പറയട്ടെ. മാമൻ പെണ്ണ് കാണാൻ പോയി. സൂപ്പർ പെണ്ണ്, ജാതകം കറക്റ്റ് അതല്ലേ? കറക്റ്റ്. ചേച്ചി എന്താ നേരത്തെ വെളുപ്പിനെ ഇറങ്ങിയ വീട്ടിൽ? വെളുപ്പിനെ ഇറങ്ങി ചേച്ചി. നീ കുളിച്ചായിരുന്നു? ചിറക്കര ദേവീക്ഷേത്രത്തിലെ പ്രസാദമാണ്. ഇതിൽ ആരുണ്ട് കുളിച്ചവര്? നീ കുളിച്ചു കാണൂല, എനിക്ക് ഉറപ്പാണ്. ഞാൻ കുളിച്ചാ. നീ കുളിച്ചാ? എടാ, നീ ഇന്ന് കുളിച്ച കാര്യമാണ് ചോദിച്ചത്, അല്ലാതെ എന്തെങ്കിലും കുളിച്ച കാര്യമല്ല. ഞാൻ ഇന്ന് കുളിച്ചു. ഇന്നെന്താടാ പ്രത്യേകത? ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. പറഞ്ഞാൽ നിങ്ങളെല്ലാരും ഞെട്ടും. അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ മേലെ ബർത്ത്ഡേ ആണോ? ഇനി സസ്പെൻസ് ഒന്നും വേണ്ട മാമ, കാര്യം പറയട്ടാ. ഞാൻ ഗൾഫിൽ പോകാൻ പോണം. ഗൾഫാ? എന്താ ആർക്കും ഒരു സന്തോഷമില്ലാത്ത? അല്ല, സന്തോഷമില്ലായിട്ടല്ല, പെട്ടെന്ന് ഗൾഫ് എന്നൊക്കെ പറയുമ്പോ. ആ ദിലീപില്ലേ, എന്റെ ഗൾഫിലത്തെ ഫ്രണ്ട്, അവ ഓരോ പ്രാവശ്യം വരുമ്പോഴത്തേക്ക് എന്നെ വിളിക്കും കൂടെ ചെല്ലാൻ വേണ്ടിയിട്ട്. അവ 6 മാസം കൂടുമ്പോഴത്തേക്ക് ഇവിടെ വരാറുണ്ട്. അവൻ ഗൾഫിലെ ഒമാനില് ഏതോ ഷേഖിന്റെ കൂടെയാണ്, അയാളുടെ മാനേജറാണ്. അയാൾക്കാണെങ്കിൽ അവിടെ ഇഷ്ടം പോലെ സ്ഥലവും കൃഷി സ്ഥലവും പിന്നെ ഒരുപാട് ബിസിനസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് വിളിച്ചേക്കണേ. കൃഷിയാ? ഈന്തപ്പന കൃഷിയാ? ഈന്തപ്പനെ പോടാ അവിടെ നിന്ന്. തെങ്ങ്, വാഴ, കപ്പ, അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഒമാനിലെ സലാലയിലാണ് അവൻ താമസിക്കുന്നത്. സലാല നീ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. കേരളം പോലത്തെ കറക്റ്റ് സ്ഥലമാണ്. അവിടുത്തെ ഒരുമാതിരിപ്പെട്ട കൃഷി സ്ഥലമൊക്കെ ഈ പറഞ്ഞ ഷേഖിന്റെ ആണ്. അതൊക്കെ നോക്കാൻ സൂപ്പർവൈസറായിട്ടാണ് എന്നെ വിളിച്ചേക്കണേ. മാസം 1 ലക്ഷം രൂപയാണ് ശമ്പളം. 1 ലക്ഷം? അവൻ കുറെ കാലമായിട്ട് നിർബന്ധിക്കല്ലേ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആണ്. പിന്നെ എനിക്കിവിടെ കൃഷിക്ക് അവാർഡൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഷേഖിന് ഒരേ നിർബന്ധം, ഞാൻ അങ്ങോട്ട് പോയി നിന്നേ പറ്റുള്ളൂ. എന്തായാലും 2 വർഷം പോയി നിൽക്കാം. പിന്നെ അവിടുത്തെ കൃഷി രീതിയൊക്കെ ഒന്ന് പഠിക്കാം, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം, കുറേ കാശും കിട്ടും, ഒരു ചേഞ്ച് ആവും. എന്തായാലും അധികം സമയങ്ങളായത് ഈ ആഴ്ച തന്നെ പോകണം. കഴിവതും വ്യാഴാഴ്ച തന്നെ പോകാൻ വേണ്ടി നോക്കാം. വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ 2-3 ദിവസം കൂടെ ഉള്ളൂ. അതാണ്. ബാലു കേട്ടില്ലേ അവൻ പറയണ? കേട്ട് അവൻ പോട്ട്, പോയിട്ടൊക്കെ വരട്ട്. പിന്നെ വിസയ്ക്ക് കാശൊന്നും കൊടുക്കണ്ടല്ലോ അല്ലയാ, എന്തായാലും പോയി നോക്കാം അല്ലേ. നല്ല രീതിയിൽ നിൽക്കണ അല്ലയാ. ചേച്ചി എന്ത് കരയണെന്ത്? ഞാൻ പോണെന്ന് ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെ തന്നെയാ. എന്തുകൊണ്ടും നീ എടുത്ത തീരുമാനം നല്ലതാ. ഇനിയെങ്കിലും നീ നിന്റെ കാര്യം നോക്കണം. 2 വർഷമല്ല, എത്ര വർഷം അവിടെ നിൽക്കാൻ പറ്റുമോ നിൽക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാമല്ലോ. കരച്ചിലും പിടിച്ചിലൊക്കെ മതി. ചായ ചൂടാക്കണം. ചൂടാക്കണം. കഥ പറഞ്ഞുകൊണ്ട് ചായ ചൂടാവോ? അതിന് ചൂടാവണേ എന്തിനാ? ചായ ചൂടാക്കി തരാം. നീ എന്തിനാണ് ചൂടാവണേ? എന്താ ബാലു ഒന്നും അറിയാത്ത പോലെ? ഇവൻ പറഞ്ഞത് കേട്ടതല്ലേ? അയ്യോ, എനിക്ക് അവന്റെ കാര്യം ഞാൻ എന്തിനാ കേൾക്കണത്? അവന് പ്രായപൂർത്തിയാ ചെറുക്കല്ലേ, അവൻ ഇഷ്ടമാണെന്ന് പോവേ വരെ എന്തോണം ചെയ്തിട്ട് എനിക്കെന്ത്? അപ്പൊ അവൻ പോണത് സന്തോഷം. പിന്നെ ഭയങ്കര സന്തോഷം. ഇവിടെ നീ ചായ ചൂടാക്കണി, എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. ഇവിടെ ചായ ഇവിടെ എത്തിക്കണം, അല്ലെങ്കിൽ സോമം മാറും. ശ്രീ, നീ അത് കാര്യാക്കണ്ട. അച്ഛാ, കുട്ടുമാമൻ പോകുന്നതിനെ കുറിച്ച് അച്ഛൻ എന്താ കുട്ടുമാമന്റെ അടുത്തൊന്നും സംസാരിക്കാഞ്ഞേ? അച്ഛാ, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? കുട്ടുമാമൻ ഗൾഫിൽ പോകുന്നതിനെ കുറിച്ച് അച്ഛൻ ഒന്നും എടുക്കല്ലേ. അച്ഛാ, കുട്ടുമാമൻ ഗൾഫിൽ പോകുന്നതിനെ കുറിച്ച് അച്ഛൻ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഒരു നേരം കൈ അടങ്ങിയിരിക്കില്ല. ബാലു എന്തിനാ കൊച്ചിനെ തല്ലിയേ? കൈ എടുക്കണ്ട, തെണർത്ത് എടുക്കണ്. കൊടുത്തത് ശരിയായില്ല. ഇനി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ചങ്കി കാണിച്ചു പൊട്ടിക്കും. പൊടി കള്ളക്കടിച്ചില്ലാതെ നീ ജാട കാണിക്കണേ. ആരോടെ ജാട? എനിക്കറിയാം, അവൻ ഗൾഫിൽ പോണെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല.
ഓ അവൻ ഗൾഫിൽ അമേരിക്കയിലാ പോട്ടെ, എനിക്കെന്ന് തോന്നുന്നു. നിങ്ങക്ക് കൂടെ അല്ലേ ഗുണം അവൻ ഗൾഫിൽ പോയാല്? എനിക്ക് ഗുണോ? എനിക്കല്ല ഗുണം, അവൻ്റെ അച്ഛനും അമ്മയ്ക്കും. പിന്നെ നിനക്കും ഗുണം കാണുമായിരിക്കും. വേറൊന്നും അവൻ ഇതുവരെ കൊടുത്തിട്ടില്ല, ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല. എന്റെ അറിവില്ല അവൻ ഒന്നും ചെയ്തിട്ടുള്ള എനിക്കൊരു ഓർമ്മയില്ല. അവൻ ഇനിയിട്ട് ചെയ്യാനും പോടില്ല. അങ്ങനെ വല്ല ഉദ്ദേശം വല്ല ഉണ്ടെങ്കിലേ അവനെ നമ്മളെ വസ്തുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തനെ. ആ 80 സെന്റ് സ്ഥലം എൻ്റെ നിന്റെ പേരിൽ എഴുതി വെച്ചനെ. നാളെ പിള്ളേർക്ക് ഒരു ഗുണമായത്. ഇപ്പൊ മനസ്സിലായി, ആ സ്ഥലം എഴുതി തരാത്തത് കൊണ്ടാണ് ഈ കാണിക്കണത്. ഇനിയിപ്പോ ഗൾഫിൽ പോവല്ലേ, സ്ഥലം എഴുത്തിന്റെ കാര്യമൊക്കെ ഗോവിന്ദ. ചേച്ചി, മറ്റന്നാ അച്ഛനും അമ്മയും വരും. അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതുവഴി എയർപോർട്ടിൽ പോയി എളുപ്പമായിരിക്കുമല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വീട്ടിലോട്ട് പോയിട്ട് അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറയാം. എന്നിട്ട് വസ്തു എഴുതണതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഞാൻ പോയാലും കുഴപ്പമില്ല, നിങ്ങൾ ഡീൽ ചെയ്തു, ഞാൻ ഒപ്പിട്ട് വന്നേക്കാം. വേണ്ടടാ, നീ ഇപ്പോൾ സ്ഥലം ഒന്നും എഴുതി തരാൻ നിൽക്കണ്ട. ഇപ്പൊ എനിക്ക് ആ സ്ഥലം വേണ്ടേ താനും. പിന്നെ സ്ഥലത്തിന് കൊതി. ഇപ്പോഴും ആള് കയറാത്ത ഏക്കർ കണക്കിന് സ്ഥലം എൻ്റെ കുടുംബത്തിലുണ്ട്. പിന്നെയാണ് നിന്റെ 80 സെന്റ് സ്ഥലം. ഈ അളിഞ്ഞ സ്വഭാവം കാണുമ്പോഴാണ് ദേഷ്യം പറഞ്ഞത്. ഏക്കർ കണക്കിന് കിടക്കണം അവിടെ. എന്നിട്ടാണ് തേങ്ങ അരച്ച് നല്ലൊരു കറി കൂട്ടണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അച്ഛനമ്മ നിർത്തുണ്ടോ? മാമനോ സ്ഥലത്ത് പോകാൻ റെഡിയായി നിൽക്കുമ്പോഴാ ഈ വഴക്കൊക്കെ നിർത്തി സന്തോഷത്തോടെ യാത്രയാക്കാൻ നോക്ക്. ശ്രീ ചേച്ചി, ഞാൻ ടൗണിൽ പോയിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഞാൻ പോയിട്ട് വരാം. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കത്തിച്ചള ഞാനല്ല ഇവിടെ. പൊളിച്ചെടുക്കുമല്ലോ എല്ലാം. ചേച്ചി, ലച്ചു, വിഷ്ണു, കുട്ടുമാമ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? നിന്നെത്ര ലേറ്റ് ആയേ? ചേച്ചി, കടകളിലൊക്കെ എന്തോന്ന് തിരക്ക് ചേച്ചി. വില പറഞ്ഞപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോയല്ലേ. പിന്നെ ഞാൻ ട്രാവൽസിൽ പോയിരുന്നു. വ്യാഴാഴ്ച 3 മണിക്കാണ് ഫ്ലൈറ്റ്. ടിക്കറ്റ്. ഇത് എന്താ വാങ്ങിച്ചേ? ലച്ചുവിന് ഫ്രോക്ക്, ഇത് മോന് ടീഷർട്ട്, അപ്പൊ എനിക്കൊന്നുമില്ലേ? നിനക്ക് ജീൻസ്, പിന്നെ എനിക്ക് ഫ്രോക്കോ? ഫ്രോക്ക്. നല്ല ഭംഗിയുണ്ടാണ് അളിയന് ഷർട്ടും. നിനക്കൊന്നും വാങ്ങിയില്ലേ? എനിക്ക് ഇട്ടുകൊണ്ട് പോകാൻ ഷർട്ടും പഴയ 2 പാൻറ്റും ഉണ്ട്. പഴയ പാൻറ്റോ? എന്താ പഴയ പാൻറ് ഇട്ടുകൊണ്ട് പോയ ഫ്ലൈറ്റ് കയറ്റൂലേ? അല്ല, എന്നാലും പഴയ പാൻറ്റൊക്കെ അപ്പൊ ഓടിയാണ് അതൊക്കെ. പഴയ ഷർട്ട് എന്ത് ബാലു അത്? അത് പുതിയ ഷർട്ട് ഇപ്പൊ മേടിച്ചിട്ട് വന്നതല്ലേ? കളറ് കൊള്ളൂല, സ്റ്റഫും മോശം, പഴയതുപോലെ ഇരിക്കും. ചേരും എന്തോ പൊടിയാണ് അത്രയില്. ഈ ഷർട്ടിന് എന്താ കുഴപ്പം? നല്ല കളറല്ലേ അത്? ആ നല്ല കളറല്ലേ ഇത്? പിന്നെ നിന്റെ അനിയൻ വാങ്ങിച്ചോണ്ട് പറഞ്ഞൊക്കെ ബെസ്റ്റ് ക്വാളിറ്റി, ഞാൻ വാങ്ങിക്കണൊക്കെ ചീപ്പ് ക്വാളിറ്റി. റോഡിൽ കിടക്കണ ഉണക്ക ചാണകം എടുത്തോണ്ട് വന്നാൽ അത് ഫ്രഷ്. എടീ ഇത് പഴയടി, കളറും കൊള്ളൂല. എൻ്റെ ഒന്ന് ഇത് വലിഞ്ഞ് കീറി പോകും, പെട്ടെന്ന് കീറും. നോക്കിയോ, ടിക്കറ്റ് എടുത്ത് അലമാരയിൽ വെച്ചേരാ. ഞാൻ എടുത്ത് വെച്ചേക്കാം അലമാരക്കകത്ത്. ഇനി ഇതെല്ലാം കൂടെ കുത്തിക്കയറ്റാനുള്ള സ്ഥലമൊന്നും അലമാരക്കകത്തില്ല. അലമാരക്കകത്ത് സ്ഥലമുണ്ട്, നിങ്ങളെ കൂടി കയറ്റാനുള്ള സ്ഥലം അതിനകത്തുണ്ട്. പിന്നെ കയറ്റി പിന്നെ എന്നിട്ടാണ് അത് പൊളിഞ്ഞു പോവാൻ. ഹലോ, അളിയൻ വാ. ഇവിടം വിട്ട് പോണത് കൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാത്തത്. കൂടുതൽ ഷോ കാണിക്കല്ലേ. ഷോ കാണിച്ച വിസ വരെ ക്യാൻസൽ ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് ചീത്ത വിളിക്കും. എൻ്റെ കൂട്ടുകാരൻ്റെ കെയർ ഓഫിലാണ് ഞാൻ കയറി പോണേ. ഷെയ്ഖിൻ്റെ അടുത്ത ആളാണ് എൻ്റെ ഫ്രണ്ട് ദിലീപ്. അവിടെ എനിക്ക് പ്രത്യേകം വീടൊക്കെയാണ് താമസിക്കാൻ തരണേ. 2 മാസം കഴിയുമ്പം ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കും, പേപ്പറൊക്കെ ശരിയാക്കിയിട്ട്. അങ്ങ് കയറി വന്നോണം. ഈന്തപ്പന കൃഷിയൊക്കെ ഒന്ന് നോക്കി നടത്തിയാൽ മതി. മാസം 50,000 രൂപ ശമ്പളം തരും. സമയമാകുമ്പോഴത്തേക്ക് കയറി വരുമോ? വരണം. അതല്ലാതെ ഇവിടെ അന്നത്തെ പോലെ തലവേദന നെഞ്ചുവേദന അഭിനയിച്ച് കിടക്കല്ല്. കേട്ടല്ല? ശരി. വിളിക്കുമ്പോ പൊയ്ക്കോണം കേട്ടോ. പോയിക്കിട്ട് തുടങ്ങാൻ നോക്ക്. ചെല്ലി. അയ്യോ അയ്യോ, അസ്സലാമു അലൈക്കും. അറേ ബാബു. ഷുവർ മാഫി. ജുവൽ മാഫി. എടാ കേരള പുല്ലല്ലേ ഇപ്പൊ അടിച്ചു കൊല്ലും. മാഫി മുസ്കിൽ പനയിലെ മുള്ളറ ബാബു, കേറാൻ അറിഞ്ഞൂടറ ബാബു.
മാഫി കലാം. എന്താടാ പറയണത്? എടാ എനിക്ക് അറബി അറിയണത് ഞാൻ മറുതനെടുത്ത് പറഞ്ഞു വിടാ. മർദ മർദ മറുത അറബി മറുത മറുത അയ്യോ 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 അമ്മ അയ്യോ ആ ഒരേ നാട്ടിൽ നിന്ന് വന്നിട്ട് നീ എനിക്ക് പാടായിക്കണടാ. ഞാൻ മലയാളിയാണ്ടാ. ആ പന്ന പട്ടി അവൾ എനിക്ക് ഭാഷ ഹറാമി സാല. അയ്യോ മുള്ളു ഈന്തപ്പന അടി വേഷ കിട്ടി. ഞാൻ പോവൂല. എവിടെ പോവില്ലെന്ന് കിടന്നുറങ്ങും ബാലു. ഉറക്കത്തിൽ സ്വപ്നം കണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയണം. പക്ഷെ ഉറക്കുകയില്ല. കള്ള ബാസി ഉണ്ടായിരുന്നു. പിന്നെ ബാസി സ്വപ്നത്തിലും വരും. നാളെ വൈകിട്ട് 3 മണിക്കല്ലേ ഫ്ലൈറ്റ്? 3 മണിക്ക്. ഫ്ലൈറ്റിലൊക്കെ സൂക്ഷിച്ചിരിക്കണം. ഇപ്പൊ തീവ്രവാദികളൊക്കെ ഫ്ലൈറ്റാണ് ലക്ഷ്യം ഇട്ടേക്കണേ. ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കയറി അടുത്തിരിക്കും. അവസാനം വല്ല ഉസ്ബെക്കിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലൊക്കെ കൊണ്ടിറക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. വാ തുറന്ന് നെഗറ്റീവായിട്ടൊന്നും പറയല്ലേ ബാലു. ഇത്രയും നെഗറ്റീവ് പിടിച്ചതിനൊക്കെയാണ് ഞാൻ ഗൾഫിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചത്. ഇവിടെ വീടിന്റെ മുമ്പ് ചൊറി മണ്ണ് കുത്തി ഇളക്കി ചാണാപ്പൊടി ഇട്ട് കീര നട്ടി വളർത്താണ് കൃഷി എന്ന് വിചാരിച്ചോണ്ട് അവിടെ ചെന്ന് ഇറങ്ങിക്കോട്. അറബികളെ കൃഷിഭൂമിയിൽ വല്ല പോകൃത്തരം വല്ലതും കാണിച്ച അവന്മാർ നിന്റെ തുണി ഉരിഞ്ഞ് ഒട്ടാത്തിന്റെ പുറത്തിരുത്തി മരുഭൂമി പറഞ്ഞേക്കും. ആ അവസാനം എന്റെ പുറത്തിരുന്ന് വെന്ത് ഇങ്ങനെ ഇരിക്കുന്നു. ആ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ ഞാൻ അവിടെ ചെന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുമല്ല, അപ്പൊ ഇതിന്റെ മറുപടി ഞാൻ തരാം. എന്റെ പട്ടി വിളിക്കും. നീ അവിടെ ചെന്ന് ഇറങ്ങി ഉടനെ അവന്മാർ പട്ടുമെത്ത കിടത്തി താരാട്ട് പടി 1 ലക്ഷം രൂപ എടുത്ത് കൈ തരും. നിന്റെ കൂട്ടുകാരൻ ചതിച്ചില്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കോ ശ്രീകുട്ട. നീ ചെന്ന് ഇറങ്ങി ഉടനെ അവന്മാർ നിന്നെ കൊണ്ട് ഒട്ടകത്തിന്റെ ചാണകമായിരിക്കും. അല്ലെങ്കിൽ എന്നതാ ഇങ്ങനെ വിളിച്ചോ. അതെ, നിങ്ങളുടെ ഓഞ്ഞ കൂട്ടുകാരെ പോലെ അല്ല എൻ്റെ കൂട്ടുകാർ. എൻ്റെ കൂട്ടുകാർ എന്നെ ചതിക്കൂല, എന്നെ പൊന്നു പോലെ നോക്കും കേട്ടാ. പിന്നെ ഒരു കാര്യം, ഞാൻ പോണ സമയത്ത് അച്ഛനെ ശല്യപ്പെടുത്തി ആ സ്ഥലം എഴുതി വാങ്ങിച്ച് പുട്ടടിക്കാനാണ് പരിപാടിയെങ്കിൽ. എനിക്ക് നിന്റെ സ്ഥലവും വേണ്ട, പൈസ വേണ്ടടേ. ഓ എന്റെ ഒന്നും വേണ്ട. ഓ സമ്മതിച്ചു. പണ്ട് ആക്രിക്കാരൻ്റെ മോഷണ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കിടന്നില്ലേ അടി എണ്ണി ഇങ്ങനെ. നീ വിളിച്ചില്ലേ? അപ്പൊ ജാമ്യത്തിൽ ഇറക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. 25,000 രൂപ നിന്നെ ഞാൻ ചൂണ്ടി വെച്ചൊക്കെയായിരുന്നു. നീ എന്തെങ്കിലും ഇത് ചോദിക്കുമെന്ന് എനിക്ക് അറിയാടാ. അത് നീ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങണില്ലേ? അതിന്റെ നന്ദിയായിട്ട് കൂട്ടിക്കോ. ബാലു വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണേ. അയ്യോ ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞപ്പോ അവൾക്ക് അനിയനുള്ള സ്നേഹം കണ്ട. എടാ മറിയൂടെ ഇത് കപട സ്നേഹമാണ്. നിന്റെ എന്നുള്ള കൂച്ചി എടുക്കാനുള്ള പരിപാടി. എൻ്റെ സ്ത്രീകുട്ട, ഗൾഫ് യാത്രയോടുകൂടി നീ ഇടിഞ്ഞ് പാളിഷാവും. അല്ല, കുറച്ചിടിവ് നിനക്ക് വരണം. എന്നാലേ നിന്റെ അഹങ്കാരം കുറയും. അച്ഛൻ എന്തിനാ അച്ഛൻ വിളിച്ച് പറയണേ? മാമന്റെ അവലോസുണ്ടെങ്കിൽ വാലപ്പീപ്പിയും കണ്ട് അച്ഛനെ തള്ളി പറയല്ലേ. ആ പിന്നെ ഒരു കാര്യം കൂടെ, അവിടെ ചെന്ന് കണ്ട അറബച്ചികളെ കണ്ണും മൂക്കും കാണിച്ച എല്ലാം കൂടെ വെട്ടിയെടുക്കും, കൈയും കാലും ഒക്കെ. അതും കൂടെ പറയാം ഞാൻ. ഒന്ന് പോ ബാലു, ഒന്ന് ഇറങ്ങി. കണ്ടാച്ചി എന്തൊക്കെ പറഞ്ഞിട്ട് പോണെന്നുണ്ടാച്ചി. പറയട്ടെടാ, പറഞ്ഞ മതിയാകുമ്പോ നിർത്തിക്കോളൂ. നീ താടി പഠിക്കണില്ലേ? പാസ്പോർട്ടിൽ താടിയില്ലാത്ത ഫോട്ടോ അല്ലേ? താടിയും രാവിലെ വടിക്കാൻ. അയ്യോ, താടിയൊക്കെ വടിച്ചങ്ങ് ചെല്ല്. അവിടെ അറബികൾ പിടിച്ചങ്ങ് സുൽത്താനാക്കും നിന്നെ. എന്തോന്ന് അത് കുറയ്ക്കണതും ഇത് കുറയ്ക്കണതും ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വട്ടാടാ അതിന് വട്ട്. ഞാൻ എടുക്കാതെ. കുഴപ്പമില്ല. ചെരുപ്പെടുത്ത് വെച്ചിട്ടുണ്ടോ അവിടെ? അത് ഏറ്റവും അടിയിൽ വെച്ചിട്ടുണ്ട്. ആ ഉണ്ട്. വണ്ടി വരുമോ നാളെ? പറഞ്ഞിട്ടുണ്ടോ വണ്ടി നാളെ വരാൻ? ഉച്ചയ്ക്ക് 12 മണിക്ക് വരാൻ ഒരാൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മാമ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ ഞങ്ങൾ വന്നോട്ടെ? വന്നോടാ. അച്ഛന് വയ്യാത്തോണ്ട് അമ്മ വരൂല എന്ന് പറഞ്ഞു ചേച്ചി. ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. പാസ്പോർട്ടോ? പാസ്പോർട്ട് രാവിലെ എടുക്കാം പോകുന്ന സമയത്ത്. കുറച്ച് ദിവസം കൂടെ ഒന്ന് തേച്ച് വെക്കാനുണ്ട്. അത് നാളെ തേക്കാം. ഇപ്പൊ തേച്ച് വെച്ചാൽ ഞാൻ തേച്ച് വെക്കാം. ഞാൻ തേച്ചോളാം. വേണ്ട, ഞാൻ തേച്ചോളാം. ശ്രീ ചായ. ആ ചായ ഇവിടെ വെച്ചോ. ആനപ്പുറത്തിരിക്കുന്ന ഈ കുട്ടിക്കും കൂടെ കൊടുത്തോ. ഇറങ്ങി താഴെ. ഞാൻ പോകുന്നവരെ മാമന്റെ പുറത്തിരിക്കും. ഇറങ്ങി.
ദാ മാമൻ ഗൾഫിൽ പോകുമ്പോഴേ എല്ലാ ദിവസവും ഞങ്ങളെ വിളിക്കണേ. നോക്കാം മക്കളെ കേട്ടാ. ചേച്ചി നീ ഷർട്ട് മേനല്ലേ വെച്ചാ? അയ്യോ മറന്നു, ഇപ്പൊ തേച്ച് വെക്കാം. ചേച്ചി നീ താഴെ പഠിക്ക് പോയി ബാർബർ ഷോപ്പിൽ പോകണല്ലേ. വേണം 8 മണിയായി, 12 മണിക്ക് വണ്ടി വരും. അതെ, ഷേവിങ് സെറ്റ് എൻ്റെ ഉണ്ട്, ഞാൻ തന്നെ ഷേവ് ചെയ്യാം. ആ പാസ്പോർട്ടും ടിക്കറ്റൊക്കെ എടുത്ത് വെക്കായിരുന്നു. ഇതിലെൻ്റെ എടുത്തോ. ഇതിലാ? ഇതിലാണോ? ടിക്കറ്റും വിസയുണ്ട്. പാസ്പോർട്ട് എവിടെ ചേച്ചി? പാസ്പോർട്ട് അതിൽ തന്നെ ഉണ്ട്. ഇതിലാ? ഒരുമിച്ചല്ലേ വെച്ചത്? ഇതിലില്ല. ഓ ഉണ്ടടാ, നോക്ക് നീ. ഇല്ലെന്നേ. ഓ അതെങ്ങനെയാ ശരിയാവാന്ന്? ഇല്ലെന്ന് പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന് ഞാനല്ലേ വെച്ചത്. എവിടെ? എന്താ നീ എവിടെ വെച്ചെന്നോ? എന്താ തപ്പുന്ന? പാസ്പോർട്ട് കാണില്ല. അതിനകത്ത് നോക്ക്, അതിനകത്തല്ല വെച്ചിട്ടുണ്ടായിരുന്ന. താഴത്തെ അങ്ങനെ വെച്ചാ? ഇല്ല, ഇതിലെല്ലാം ഒരുമിച്ച് ഇതിനകത്ത് ഇട്ട് വെച്ചതല്ലേ. സമയം ചേച്ചി നോക്ക് ഇവിടെ. എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടേ. ആ ഇത് ദേവി ചേച്ചി അതിങ്ങ് വാങ്ങിച്ചോണ്ടുവാ. പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിങ്ങ് വാങ്ങിച്ചോണ്ടുവാ. വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അളിയൻ്റെ പാസ്പോർട്ടിങ് വാങ്ങിച്ചോണ്ട് വരാ. ബാലു എന്ത്? അവന്റെ പാസ്പോർട്ട് എടുത്ത് കൊടുക്ക്. ഞാൻ വിചാരിച്ച് പോവാൻ സമയമാകുമ്പം എന്തെങ്കിലും പേപ്പർ കാണാതാവും, അവസാനം എന്നെ കള്ളം കുറയും ചെയ്യും. വാ വാ, നീ തന്നെ പാസ്പോർട്ട് എടുത്ത് മാറ്റി വെച്ച് പോണതിന് തൊട്ട് മുമ്പ് വരെ സ്വന്തം അടിയനെ പീഡിപ്പിച്ചോണ്ടിരിക്കും. നേരത്തെ കാണിക്കാതെ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. പോടാ അളിയാ നിന്റെ ജീവിത പ്രശ്നമാണ്. 1 മണിക്ക് മുന്നേ എയർപോർട്ടിൽ എത്തണം, 12 മണിക്ക് വണ്ടി വരും, പാസ്പോർട്ട് താ. തീരെ നിവർത്തിയില്ലെങ്കിലേ ഇതടുത്ത് നിഞ്ചി കയറ്റിക്കളെ. ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടില്ല. വേണ്ട എടുത്തിട്ടില്ലെങ്കിൽ വേണ്ട, പോട്ട്. എൻ്റെ ജീവിത പ്രശ്നമല്ലേ. എൻ്റെ ജീവിതത്തിലെ വലിയൊരു അവസരം നഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ചോളാം. അത് എൻ്റെ സാധനങ്ങൾ ഞാൻ തന്നെ സൂക്ഷിക്കണമായിരുന്നു. ഇതെൻ്റെ വീടാണെന്ന് ഞാൻ കരുതിപ്പോയി. ഗൾഫിൽ പോകാൻ പറ്റിയില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടില്ല. എനിക്കറിയാടാ, പാസ്പോർട്ട് എടുത്തത് ബാലു തന്നെയാ. അല്ല ചേച്ചി, അത് എൻ്റെ കയ്യിൽ നിന്ന് എവിടെ പോയതാ. ശരി മകളെ, ഞാൻ മാമ വിളിക്കാടാ. കേട്ടോ കേട്ടാ, ഇതാ എൻ്റെ പാസ്പോർട്ട്. ഞാൻ മനഃപൂർവ്വം എടുത്ത് മാറ്റിയാണ്. സോറിടാ, നീ സന്തോഷമായിട്ട് പോയിട്ടോ. പിടി. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നീ പോണോണ്ട് എനിക്ക് അസൂയയില്ല, ദേഷ്യമില്ല. നീ ഞങ്ങളെ ആരെ അറിയിക്കാതല്ലേ തീരുമാനമെടുത്തത്. നീ പോയിട്ട് വാ. നീ പോവല്ലേ? എങ്ങനെ പോയാ? ഞങ്ങൾക്ക് പിന്നെ ആരുണ്ടോടാ? എടാ, എനിക്കെന്തെങ്കിലും വന്നാ ഇവരുടെ അടുത്ത് ആരുണ്ട്? നീ അല്ലാതെ. എടാ, നമ്മുടെ കുടുംബത്തിന് പൈസയാണ് വലുത്, സ്നേഹമല്ലടാ. നീ പിള്ളേരെ കാണുന്നത് എത്ര നാളവിടെ നിൽക്കൂടാ നീ? അവൻ പോണ് ലക്ഷമൊന്നും കേട്ടാ അവൻ പോണവൻ. പോടാ, നീ പോ. ഞാൻ പോകുന്നൊന്നുമില്ല. നമ്മുടെ പിള്ളേർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഗൾഫിൽ പോകുമെന്ന് വിചാരിച്ചത്. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എഴുതണവനാണ് ഈ ശ്രീകുട്ടൻ. ആർക്ക് വേണം ഷേക്കിന്റെ 1 ലക്ഷം രൂപ? ഞാൻ പോണില്ല. പിന്നെ വേറൊരു കാര്യം, കുറെ കാലം കഴിഞ്ഞിട്ട് എന്തിനടാ ഇവിടെ നിന്ന് കറങ്ങണത്, വല്ല ഗൾഫിലും വെക്കൂടെടാന്ന് നിന്റെ അടുത്ത് ചോദിക്കരുത്. അപ്പോഴാണ് എന്റെ സ്വഭാവം മാറണത്. നോക്കി